ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എവിടെയാണ് എന്ന് മനസ്സിലായോ? യെസ്, നമ്മുടെ കോട്ടയത്തെ നന്ദിലം ജിമാർട്ടിലാണ്. ഒറ്റയ്ക്കല്ല, നമ്മുടെ സഹോയും ഉണ്ട് കൂടെ. അപ്പം എന്താണ് ഇവിടെ എന്ന് മനസ്സിലായോ? ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കണം അല്ലേ? ഐഫോൺ വിരോധിയായ ഞാൻ ഐഫോണിനെ സ്നേഹിക്കാനും ആഗ്രഹിക്കാനും തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷം. അത് എൻ്റെ വീഡിയോസിനോടുള്ള താല്പര്യം കൂടി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല സിവിൽ സ്കോർ ഉണ്ടായിരുന്ന ഞാൻ പലരെയും സഹായിച്ച് അവസാനം പണി കിട്ടി എനിക്ക് സ്വന്തമായിട്ടൊരു സാധനം എടുക്കേണ്ട അവസ്ഥ വന്നപ്പം നമുക്കാരുമില്ലാത്തൊരു സീനായി. അതുകൊണ്ട് തന്നെ കുറച്ചേറെ നാൾ എൻ്റെ ഈ ഒരു ആഗ്രഹം ഇങ്ങനെ ആഗ്രഹമായി തുടർന്നുകൊണ്ടിരുന്നു. 3ാമത്തെ തവണയാണ് ഈ ഒരു മാസം തന്നെ ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. മൈജിയിലും ഓക്സിജനിലൊക്കെ സ്റ്റോക്ക് ഔട്ടാണ്, നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. മെയിൻ പ്രോബ്ലം ഫിനാൻസ് ആണ്. ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു ഇനി മേടിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഇച്ചിരി നീണ്ടുപോയത്. എന്താണേലും അവസാന നിമിഷം എനിക്ക് എൻ്റേതായിട്ട് സ്വന്തമായിട്ട് ഈ ഒരു സാധനം എൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഗൈസ്. ഒരു ഫോൺ മേടിച്ച് നീ കൊച്ചിന്തിരാ കരയുന്നേ എന്നൊക്കെ അടുത്തെന്ത് ഒരു ചിന്തിച്ചിട്ടുണ്ടാവും. 3ാമത്തെ തവണ ഇത് എൻ്റെ കൈവിട്ട് പോകേണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ അവൻ എനിക്ക് കട്ടയ്ക്ക് കൂടെ എന്ന് ഈ ഒരു സ്വപ്നം എനിക്ക് സാധിച്ചു തന്നു. അനിയനാണേലും അവൻ എനിക്ക് പലപ്പോഴും മെൻറ്ററാണ്, ചേട്ടനാണ്, അപ്പനാണ്, ഫ്രണ്ടാണ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങ് വീണ് പോയിട്ടുണ്ടോ, ഇനി എനിക്ക് എണീക്കാനോ ഓടാനും പറ്റത്തില്ല, അല്ലെ തീർന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ, അവിടെ നിന്ന് തന്നെ പിടിച്ച് എണീപ്പിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളത് പിന്നെ അവനങ്ങ് ഏറ്റെടുത്ത് ചെയ്യും. ഇന്നും ഞാൻ മനസ്സിൽ മാറ്റിവെച്ചിരിക്കുന്ന എൻ്റെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വീണ്ടും അത് തോണ്ടിയെടുത്ത് നീ അത് ചെയ്യ്, ഇത് പഠിക്കുക, ഇങ്ങനെ നോക്ക്, നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് എന്നെ ഓരോന്നിലേക്കും എത്തിക്കുന്നത് ഇവരാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും മോശം സമയത്താണ് ശരിക്കും നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നല്ല സുഹൃത്തുക്കളെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ഒരു 1-2 കൂട്ടുകാർ എനിക്കുണ്ടെന്നുള്ളത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഉണ്ടാവും ഞാൻ ഇന്ന് ഈ സന്തോഷത്തിൽ എത്തിയെന്ന് അറിഞ്ഞപ്പം അവരുടെയും കണ്ണെന്ന് നിറഞ്ഞത്. പിന്നെ അതങ്ങനെയാണല്ലോ, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസ. അങ്ങനെ ഇച്ചിരി ലേറ്റ് ആയെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone 17 തന്നെ നമ്മൾ പകിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാവേ. ബൈ.